മാന്യമായിട്ടാണ് വിമർശിക്കേണ്ടത്. ആ സ്ത്രീയെ വിമർശിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അവരുടെ ശരീരഭാഗങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അവരെ ലക്ഷ്യം ചെയ്തോ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചോ അല്ല, അവരുടെ നിലപാടുകളെ വിമർശിക്കണം. റിനിയുടെ നിലപാടുകളെ വിമർശിക്കണം. തെളിവില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന ഹണി ഭാസ്കറിന്റെ കണ്ടില്ലേ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ. നമുക്കറിയാം ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നാൽ പുരുഷനൊരു വിഷയം വരുമ്പോൾ എത്ര പേര് സംസാരിക്കും? ഞാൻ അധികം ആരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആകെ രാഹുൽ ഈശ്വറിനെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിലൊരു കാര്യം ഉണ്ടായപ്പോഴും രാഹുൽ ഈശ്വർ തന്നെയാണ് പ്രതികരിച്ചത്. ആദ്യം പ്രതികരിച്ചൊരു വ്യക്തി രാഹുൽ ഈശ്വറാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ കാര്യത്തിലും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് ചോദിക്കാനും പറയാനും ഒരു സംഘടനകളോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ വരില്ല എന്നുള്ളത് നമ്മൾ ഇവിടെയും കാണുകയാണ്. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യം, റിനിക്കിപ്പോൾ ഒരുപാട് ഉദ്ഘാടനങ്ങളായി. റിനി എന്ന് പറയുന്ന യുവ നടി എന്ന് പറയുന്ന ആൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പോലും സിനിമയിൽ എവിടെ അഭിനയിച്ചു, എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും ആരും ചോദിക്കാത്ത രീതിയിലേക്ക് വളർന്നു. എങ്ങനെയാ ഈ റിപ്പോർട്ടർ ചാനലും ഡോക്ടർ